മെസ്സിയെ കൊണ്ടുവരും എന്നുള്ള വാദങ്ങൾ ഇങ്ങനെ ഘോരഘോരം വാദിച്ച് റിപ്പോർട്ടർ TV അതിൻ്റെ മേധാവികൾ അവരുടെ തന്നെ ചാനലിൽ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ നടത്തി. അതുപോലെ തന്നെ അന്ന് പിണറായി സർക്കാരാണല്ലോ, കായിക മന്ത്രി അബ്ദുറഹ്മാനെ കൊണ്ടുവരെ മെസ്സിയെ കേരളത്തിലെത്തിക്കും എന്ന് പറയിപ്പിച്ചു. 126 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് കൊടുത്തു. പക്ഷേ മെസ്സി വന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കാര്യമായൊരു വിശദീകരണവും റിപ്പോർട്ടർ TVയോ അതിൻ്റെ മേധാവികളോ നൽകിയതുമില്ല ഇതുവരെ. ഇപ്പോൾ ട്രോളുകളൊക്കെ ധാരാളം വരുന്നുണ്ട്, മെസ്സി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. ആ സമയത്ത് പിന്നീട് ജനങ്ങൾ അതങ്ങ് മറന്നു. അതിനുശേഷം ഇതിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വാർത്തകളോ ഒന്നും റിപ്പോർട്ടർ TVയിൽ വന്നതുമില്ല. ഇപ്പോൾ GST അടയ്ക്കാത്തതുകൊണ്ട്, അതായത് 126 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങോട്ട് മാറ്റി എന്നുള്ള ബോധ്യം വന്നു. കൃത്യമായി തന്നെ അതിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ GST വിഭാഗത്തിന് കിട്ടി. പക്ഷേ അന്ന് പിണറായി സർക്കാർ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥനെ, ആ ഫയൽ നോക്കിയ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഈ റിപ്പോർട്ടർ TV ടീമിനെ, മരംമുറി ചാനൽ ടീമിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും ഗുരുതരമായി തന്നെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ GST ഓഫീസിൽ എത്തി ആൻഡോ അഗസ്റ്റിൻ മൊഴി നൽകിയത്. അതായത് കൃത്യമായി തന്നെ മെസ്സി വന്നില്ല, അതുകൊണ്ട് ഈ പൈസയ്ക്ക് GST അടയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. വിദേശ അക്കൗണ്ടിൽ പണം അയച്ചതിനാൽ റിവേഴ്സ് ചാർജ് വിഭാഗത്തിൽപ്പെടുത്തിയാണ് സേവന നികുതി അടയ്ക്കാൻ GST വകുപ്പ് ഇപ്പോൾ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെസ്സി കേരളത്തിൽ വന്നിട്ടില്ലെന്നും അതിനാൽ സേവന നികുതി അടയ്ക്കേണ്ട ബാധ്യതയില്ല എന്നുമാണ് ആൻഡോ മൊഴി നൽകിയത്. എന്നാൽ പണം കൈമാറിയ സ്ഥിതിക്ക് GST തുക ഒഴിവാകില്ല എന്ന് GST ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരാണ് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ ശ്രമം നടത്തിയത്. ഈ ആൻഡോ അഗസ്റ്റിൻ വഴി പണം ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു, ആർക്ക് കൊടുത്തു? ഇദ്ദേഹത്തിനെതിരെ നിരവധി തട്ടിപ്പ് കേസുകൾ ഈ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കുമൊക്കെ എതിരെയുണ്ട്. ആൻഡോ അഗസ്റ്റിന് എതിരെയുണ്ട്. പല കേസിലും അന്വേഷണം നടക്കുകയാണ്. അന്ന് ഇടതുപക്ഷത്തിൻ്റെ കാല് പിടിച്ച് അന്വേഷണത്തിൽ പലതും, ഈ മുട്ടിൽ മരമുറി കേസ് ഉൾപ്പെടെ പലതും അട്ടിമറിക്കാൻ ശ്രമിച്ചതായുള്ള പരാതിയും ആരോപണവും ഒക്കെയുണ്ട്. അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ മെസ്സി വരും എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ മെസ്സി വന്നില്ല. ഇതിനിടെ കാഞ്ഞങ്ങാട്ടെ GST ഇന്റലിജൻസ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി. GSTയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കേരളത്തിലെ ഏത് യൂണിറ്റിനും പരിധിയില്ലാതെ പ്രാഥമിക പരിശോധന നടത്താനും തുടർ നടപടികൾ എടുക്കാനും അധികാരമുണ്ട്. കാഞ്ഞങ്ങാട്ടെ ഒരു ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ പണം കൈമാറിയതായി ബോധ്യപ്പെടുകയും സേവന നികുതി അടച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആദ്യ നോട്ടീസും പിന്നീട് സമൻസും അയച്ചു. അന്വേഷണം നടക്കുന്നതിനിടെ ഇദ്ദേഹത്തെ മാറ്റുകയായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ ഏറിയതോടെ ആ ഫയൽ വീണ്ടും എടുത്തു. തുടർന്നാണ് ഇപ്പോൾ സമൻസ് അയച്ചതും മൊഴി എടുത്തതും ഒക്കെ തന്നെ. ഇദ്ദേഹം ഏതാണ്ട് 22.68 കോടി രൂപ ഈ GST ഇനത്തിൽ ടാക്സായി, നികുതിയായി അടയ്ക്കേണ്ടതുണ്ട്. അത് വെട്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് എന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ആൻഡോ അഗസ്റ്റിൻ്റെ മൊഴിയെടുത്തത്. മെസ്സി വന്നതുമില്ല. 126 കോടി രൂപ ഏതോ വിദേശ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്തു. മെസ്സിയെ കൊണ്ടുവരാനായി 126 കോടി രൂപ മെസ്സിക്ക് കൊടുത്തു എന്നോ മറ്റാണ് അന്ന് പറഞ്ഞത് എന്ന് തോന്നുന്നു. കൃത്യമായി ആ വാക്കുകൾ ഓർമ്മയില്ല. എന്നാൽ പോലും ഇത്രയും കായിക പ്രേമികളെ അല്ലെങ്കിൽ അർജന്റീനിയൻ ആരാധകരെ, മെസ്സി ആരാധകരെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിച്ചിട്ട് ഇത് ഈ 22.68 കോടി രൂപ ടാക്സും വെട്ടിച്ചിട്ട് ഈ 126 കോടി രൂപ ആരുടെ അക്കൗണ്ടിലേക്കാണ്, എന്ത് കാര്യത്തിനാണ് ആൻഡോ അഗസ്റ്റിൻ ഇട്ടത് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതും അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. ഈ പ്രത്യേകമായ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ടാണോ ഇത് ചെയ്തത് എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നു. ബാക്കി നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ച് തട്ടിച്ച് പല രീതിയിൽ പല വേഷങ്ങൾ കിട്ടിക്കൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നത് എന്ന വ്യാപക പരാതി, ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എല്ലാ തരത്തിലും ഉള്ള അന്വേഷണം ഈ ഒരു വിഷയത്തിൽ, മെസ്സിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ അക്കൗണ്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടും നടത്തണം എന്ന് തന്നെ സമൂഹം ആവശ്യമുന്നയിക്കുകയാണ്.